സംസ്ഥാനത്ത് വോട്ട് നില 80% കടന്ന മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും 44 മണ്ഡലങ്ങളിലാണ് സംസ്ഥാനത്താകെ വോട്ട് നില 80% കടന്നത്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. ശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് മഞ്ചേശ്വരത്തെ വോട്ട് നില 80% കടക്കുവാൻ ഇടയാക്കിയത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന നേമം, പാലക്കാട് എന്നിവിടങ്ങളിലും വോട്ട് നില 80% മുകളിലുണ്ട്. ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 80% പോളിംഗ് നടന്നത് 44 മണ്ഡലങ്ങളിലാണ്. കോഴിക്കോട് ജില്ലയാണ് ഇതിൽ മുന്നിൽ. ഇവിടെ 10 വോട്ട് നില 80% കൂടുതലാണ്. കുന്ദമംഗലത്താണ് കൂടുതൽ വോട്ടിംഗ് ശതമാനം. 84.83% ഇവിടത്തെ വോട്ട് നില. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇടുക്കി, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിൽ ഒരു മണ്ഡലത്തിലും വോട്ട് നില 80% എത്താത്തത് ശ്രദ്ധേയമാണ്. 81.04 മഞ്ചേശ്വരത്തെ വോട്ടിംഗ് ശതമാനം. മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനമാണിത്. സാധാരണയായി വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കേണ്ട പോളിംഗ് നടപടികൾ മഞ്ചേശ്വരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രാത്രി 8:15 വരെ നീണ്ടു. ഒസബെട്ടു, കടപ്പുറം, വൊർക്കാടി, ബക്രവൈലു, കുഞ്ചത്തൂർ, തുമിനാട് ഭാഗങ്ങളിലെ ബൂത്തുകളിൽ വൈകുന്നേരത്തിന് ശേഷവും വോട്ടർമാരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 6 മണിക്ക് മുൻപായി വരിയിൽ നിന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുവാൻ അവസരം നൽകിയതോടെ തുടർച്ചയായി 13.5 മണിക്കൂറോളമാണ് പോളിംഗ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് തിരക്കിനെ കടത്തിവെട്ടുന്ന പ്രകടനമാണ് ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്നത്. 2011 75.21% BJP വെറും 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട 2016 76.33%, 2021 77.77% പോളിംഗ്. എന്നാൽ ഇത്തവണ അത് 81% മുകളിലെത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് മണ്ഡലത്തിൽ മാറ്റത്തിന്റെ സൂചനയാണോ അതോ നിലവിലുള്ള പ്രതിനിധിക്കുള്ള ജനപിന്തുണയാണോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ്. അതിർത്തി മണ്ഡലമായ മഞ്ചേശ്വരത്തെ ഈ റെക്കോർഡ് പോളിംഗ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം ആരെ തുണയ്ക്കുമെന്നറിയുവാൻ ഫലപ്രഖ്യാപന ദിനം വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.